യുഎസും തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയുമായി ചർച്ച നടത്തുമെന്നും ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ് നമുക്കൊപ്പം. വീണ്ടും മിഥുൻ, മഞ്ഞുരുകുകയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അറിയാ, അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ട്രംപ് അയയുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നേരത്തെ നിലപാട് കടുപ്പിച്ച് തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോയിരുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ച് പലതവണ സോഷ്യൽ ട്രൂത്തിലൂടെ അദ്ദേഹം ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ തീരുവയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അയഞ്ഞുകൊണ്ടുള്ള സമീപനം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മോദി തന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹവുമായി വരുന്ന ആഴ്ചയിൽ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ സംസാരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ അത് ഉടൻ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ 5 വട്ടം ഈ ചർച്ചകൾ നടത്തുകയും ചെയ്തു. പിന്നാലെ യുഎസിന്റെ പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് സന്ദർശിക്കാനിരിക്കുന്ന വേളയിലായിരുന്നു ഈ ട്രംപ് തീരുവ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. 25% അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുകയും 50% തീരുവ ഉയർത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്ത് അതിൽ പ്രധാനമായും ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നടപടി, ആ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവുക, ആയുധങ്ങൾ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവുക എന്നുള്ള ആവശ്യമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഉപാധി. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോൺ കോൾ പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്യാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തത്. പിന്നാലെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് മേലെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേലെടുത്തിരിക്കുന്ന ഈ അധിക തീരുവ വിഷയം അത് അവിടുത്തെ ഫെഡറൽ കോടതി തന്നെ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തിരിച്ചടി ട്രംപിന് മേൽ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് 1970 എമർജൻസി എക്കോണമിക് ലോ പ്രകാരമാണ് ഈ ഒരു തീരുമാനം ട്രംപ് നടപ്പിലാക്കുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ആ നിയമം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും ഈ തീരുവ പ്രഖ്യാപിക്കാൻ ട്രംപിനെ സംബന്ധിച്ച് സാധ്യമല്ല എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് അനുശാസിക്കുകയും ചെയ്യുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഫെഡറൽ കോടതിയുടെ നിർണായക വിധി പുറത്തു വരികയും ചെയ്ത് അതിന്റെ വിധി അടുത്ത ആഴ്ച ഇനി വരാനിരിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയത്തിൽ ഇന്ത്യക്ക് മേൽ ഇങ്ങനെ ഒരു അധിക തീരുവ നടപടി സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപിന് തന്നെയായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും ഇതിന്റെ തിരിച്ചടി ഉണ്ടാകാൻ പോകുക, അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ എന്ന രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, അതിൽ വലിയ രീതിയിൽ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം സ്വാഭാവികമായും ഇങ്ങനെ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഇക്കാര്യത്തിലൊരു മയപ്പെടുത്തൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക അറിയിപ്പുകളോ അല്ലെങ്കിൽ സംബന്ധിച്ച ഔദ്യോഗിക ഒരു പ്രതികരണങ്ങളോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകുമോ? ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവ അതിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൈനയ്ക്ക് നൽകിയ അതേ തലോടൽ ഇന്ത്യക്കും ഉണ്ടാകുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു വളർച്ച അത് ഏറെ ഭയപ്പെടുന്നത് യുഎസും ഒപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അതുമൊക്കെ ഈ ഒരു പിന്മാറ്റത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തുണ്ടായിരിക്കുന്ന ഒരു മനമാറ്റത്തിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.